എക്സാം ഉണ്ടല്ലോ, ഞാനൊന്നും പഠിച്ചിട്ടുമില്ല നേരെ. പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ ഞാൻ പഠിച്ചിട്ടുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് പോയി കുളിച്ചിട്ട് വരാം, അതായിരിക്കും നല്ലത്. ഏത് സ്വിമ്മിംഗ് പൂളിലാണ് കുളിക്കുക? നമുക്ക് ഇതിൽ തന്നെ കുളിക്കുക. പഠിച്ചോന്നോ? ഒന്നും പഠിച്ചിട്ടില്ല. അയ്യോ, എക്സാമിനെല്ലാം പഠിച്ചാന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ഒന്നും പഠിച്ചിട്ടുമില്ല തേങ്ങ. ഗൈസ്, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, പുറത്ത് പോയിട്ട് സ്കൂൾ ബസ് വാന് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഞാൻ വാനിലാണ് പോണത്. വെയിറ്റ് ചെയ്യുക, കുറച്ച് നേരം കഴിഞ്ഞാൽ വരും എന്ന് വിചാരിക്കുന്നു. ഗൈസ്, അങ്ങനെ ഇത് അവിടെയൊക്കെ വന്നിട്ടുണ്ട് വണ്ടി. ഇനി നമുക്ക് എന്തായാലും വന്ന് പോവാം, അതായിരിക്കും നല്ലത്. ഗൈസ്, ഇനി എന്തായാലും നമുക്ക് സ്കൂളിൽ പോകട്ടോ. ഗൈസ്, ഇവിടെ ഞാൻ സ്കൂളിലൊക്കെ എത്തിയിട്ടോ. ഇനി ഏതായാലും നമുക്ക് ഇവിടെ വണ്ടി ഉള്ളിൽ കയറ്റിയിട്ട് പോവാം. ഞാൻ പിന്നെ ബാക്കിലേ ഇരിക്കണം, ഏറ്റവും ബാക്കിലൊന്നും അല്ല, ഇവിടെ തന്നെ അടുത്ത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മുടെ ക്ലാസ്സാണ്. എല്ലാവരും വന്നോ? ശരി, ഇപ്പം തന്നെ എല്ലാവരും വന്നോ? നീ എന്താ ലേറ്റ് ആയത്? ഇപ്പം തന്നെ 9 മണിയായല്ലോ, 5 മിനിറ്റ് ലേറ്റായി. അല്ല, 9:05, ഇപ്പം 5 മിനിറ്റ് ലേറ്റായി. അത് പിന്നെ ടീച്ചറേ, സ്കൂൾ ബസ് നേരത്തെ വരേണ്ടതാണ്. സ്കൂളിൻ്റെ പ്രശ്നമാണ്, അല്ലാണ്ട് എൻ്റെ അല്ല. ശരി, നീ വേഗം സീറ്റിൽ പോയിരുന്നു, അല്ലെങ്കിൽ നിനക്ക് അടുത്ത അടി ഇവിടെ കൊണ്ടുവരേണ്ടി വരും. നീ പിന്നെ ബാഗ് അവിടെ വെച്ചോ. അപ്പോൾ സ്റ്റുഡൻസ്, എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പോവാണ്. എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പോകണ്ടാ. എല്ലാവരും റെഡി ആയിരിക്കും. പഠിക്കാത്തവർക്ക് അടുത്തത് കിട്ടേണ്ടി വരും. ഗൈസ്, ഇവിടെ അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. വിച്ച് വൺ ഈസ് ദ ബിഗ്ഗസ്റ്റ്? ഇവിടെ ആനയുണ്ട്, എലിയുണ്ട്, സീബ്രയുണ്ട്, അങ്ങനെ കുറേ ആനിമൽസ് ഉണ്ട്. ഇതിൽ ഏതാ ബിഗ്ഗസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ആനയല്ലേ ബിഗ്ഗസ്റ്റ്? നമുക്കൊരു കാര്യം, ആനേനെ പറയാം. ആനയല്ലേ ഗൈസ്? ഇതിൽ പിന്നെ 3 ചാൻസ് ഒക്കെ ഉള്ളൂ കേട്ടോ. അതിൽ പിന്നെ തോൽക്കും. ഇതിന് ഈ ക്വസ്റ്റ്യൻ പാസ്സായില്ല. സീബ്രയും അല്ല. ഇനിയിപ്പോൾ ലയൺ ആയിരിക്കും. നമുക്ക് ലയൺ എടുക്കുക, അതായിരിക്കും നല്ലത്. ലയണിനെ തൊട്ട് നോക്കാം. യെസ്, ലയൺ ആണ് ഗൈസ്, കറക്റ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ബ്ലോസം ദിസ് ഫ്ലവറാ? ഹൗ ടു ബ്ലോസം ദിസ് ഫ്ലവറാ? ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാം, മഴ വരുത്താം, അതായിരിക്കും നല്ലത്. ഇവിടെ മഴയൊന്നും വരുന്നില്ല. ഏതെന്തത്? അതിൻ്റെ ഇടയിൽ എന്തോ ഉണ്ടല്ലോ. ശരി, സൂര്യൻ ഇത് അങ്ങനെയായി, ഫ്ലവർ വളർന്നു. ഇതെന്താ സ്പിന്ന് വേണ്ട. നമുക്ക് ഒരു കാര്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുട്ട് ദ എലിഫൻറ്റ് ടു ദ ഫ്രിഡ്ജ്. അയ്യോ, ഈ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഇതെന്തത്? ഉള്ളിലൊന്നും കയറ്റാൻ പറ്റുന്നില്ല. അതിപ്പോൾ അങ്ങനെ എത്രയും വലിയ ആനയെ ഉള്ളിൽ കയറ്റുക? ദിനേശ, നിനക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയോ? മറ്റേ എലിഫൻറ്റിനെ ഫ്രിഡ്ജിൽ കയറ്റുന്നത്. എനിക്കറിയടാ, ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ല. പോയ എക്സാമിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. ഞാൻ നിനക്കും പറഞ്ഞു തരില്ലടാ, കൊള്ളാം. അയ്യോ, ഇതിപ്പോൾ പണിയായല്ലോ. നമുക്ക് ഒരു കാര്യം, ടീച്ചറിൻ്റെ അടുത്ത് വാഷ്റൂം ചോദിക്കാം, അതായിരിക്കും നല്ലത്. ടീച്ചർ, മേഘോട്ട് വാഷ്റൂം. പോയിരിക്കടാ, എക്സാം ടൈമിലാണ് അവൻ്റെ ഒരു വാഷ്റൂം. എനിക്ക് ഭയങ്കര അർജൻറ്റാണ്. ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ടീച്ചർക്ക് കുഴപ്പമില്ലെങ്കിൽ ഓക്കെ. അതുകൊണ്ടാണ്, നീ വേഗം ഒന്ന് പോയിട്ട് വാ. അയ്യോ ഗൈസ്, ഞാനിവിടെ ഒരു ബുക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വാഷ്റൂമിൽ പോയിട്ട് ബുക്ക് എടുത്ത് നോക്കാം എന്താ ആൻസർ എന്ന്. പിന്നെ അവിടെ നിന്ന് നോക്കട്ടെ. ഇപ്പം എനിക്ക് ആൻസർ കിട്ടി. എനിക്കൊരു ആൻസർ കിട്ടി. എന്താണെന്ന് വെച്ചാൽ, ആ എലിഫൻറ്റ് ഫ്രിഡ്ജില്ലേ, അതൊന്ന് 2 പ്രാവശ്യം ആക്കിയിട്ട് തുറക്കാൻ പറ്റും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വാഷ്റൂമിൽ പോയിട്ടൊന്ന് ആക്കിയിട്ട് വരാം. ഗൈസ്, ഇവിടെ ഞാൻ പിന്നെയും ക്ലാസ്സിലെത്തി. ഇപ്പം എനിക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. എന്താണെന്ന് വെച്ചാൽ, നമുക്കേ ഇതിനൊന്ന് ടാപ്പ് ചെയ്യണം, എന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറ്റാം. യെസ് ഗൈസ്, നമുക്കങ്ങനെ അത് കിട്ടിയിട്ടുണ്ട്. യെസ്, ഇത് നമുക്ക് ലെവൽ 4. വിച്ച് വൺ ഈസ് ക്ലോസസ്റ്റ് ടു അസ്? എനിക്കൊരു ഐഡിയ കിട്ടി. കുത്താന വരമ്പത്തയ്യേ കുത്ത് കരിങ്കുത്ത്, ജീപ്പ് വെള്ളം താറാവെല്ലാം, താറാമുക്കട കയ്യിലൊരു വാങ്ക്. ചന്ദ്രനാണ് തോന്നുന്നു. നമുക്ക് കേൾക്കാൻ ചെയ്യാം, ചന്ദ്രൻ. യെസ് ഗൈസ്, ചന്ദ്രനാണ്. അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു 5 സ്റ്റാർ അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലെവൽ 5. ഹൗ മെനി പിസ്സ സ്ലൈസസ് ഡു വി ഹാവ്?
1 2 3 4 5. ആ മാത്സൊന്നും നമ്മളെ പഠിപ്പിക്കാൻ നോക്കണ്ട, 5 കിട്ടി. 5 4 ഗൈസ്. ഇതെന്തായിരുന്നു ഇവിടെ? 5 അല്ല. ഇതിൻ്റെ അടിയിലും പീസയൊക്കെ ഉണ്ട് കേട്ടാ. അത് ശരി, ഇതിൻ്റെ അടിയിലുണ്ടാ? അതിൻ്റെ അടിയിലുണ്ട്, ഇതിൻ്റെ അടിയിലില്ല. ഇവിടെ ഇല്ല. ഇവിടെ 3 ഉണ്ട്. 1 2 3 4 5 6 7 8 9. 9 ആയിരിക്കും. യെസ് ഗൈസ്, 9 നമ്മുടെ കറക്റ്റ് ആൻസർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പോവാം. പിക്ക് എ ബോണസ് റിവാർഡാ. ഇതെന്ത് തേങ്ങ? ഐ ഓവർടുക്ക് ദ സെക്കൻഡ് പ്ലേസർ ആൻഡ് വിച്ച് ഈസ് മൈ പൊസിഷൻ. ഏതായിരിക്കും? അയ്യോ, ഇത് ഇത്തിരി ഹാർഡായി തോന്നിട്ടാ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അയാളുടെ ചോദിക്കാം. അതായിരിക്കും നല്ലത്. ഇതാ വെള്ള ഷർട്ട് ഇട്ട ചെക്ക, ഈ മറ്റേ ഇതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. മറ്റേ സെക്കൻഡ് പ്ലേസിന് ഓവർടേക്ക് ചെയ്താൽ നമ്മൾ എത്രയായിരിക്കും? അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതിന്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റ് ആണ്. ഫസ്റ്റാ? നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഫസ്റ്റ് അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. ഐ ഓവർടേക്ക് സെക്കൻഡ് പ്ലേസ് ആൻഡ് വിച്ച് ഈസ് മൈ പൊസിഷൻ. ഇത് ഈസി. നമ്മളായിരിക്കും സെക്കൻഡ് ഓവർടേക്ക് ചെയ്താൽ നമ്മൾ സെക്കൻഡ് ആവില്ലേ? ഇത് ഈസി. സൈഡ് ലെഫ്റ്റ് ടു അൺലോക്ക് ചെയ്തു. ഇത് ഈസി. ഇതിപ്പോൾ അത് പൊട്ടണോണേ ജയിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫീഡ് ദ ക്യാറ്റ് പ്ലീസ്, ഹീസ് ഹംഗ്രി. ഇത് ഈസി. നമുക്ക് ക്യാറ്റിനെ ഇതെന്താണ്? ഇവിടെ കമ്പി വേലിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. തേങ്ങ ഒന്നും കിട്ടണില്ല. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ഒന്നും കിട്ടണില്ല. ഇനിയിപ്പോൾ ക്യാറ്റിൻ്റെ അവിടേക്ക് കൊണ്ടുവരണമായിരിക്കുമോ? ക്യാറ്റിന് അവിടേക്ക് വേർഡ് ക്യാറ്റ് ഈസ് ഓൾസോ എ ക്യാറ്റ്. എൻ്റെ മോനെ, ഇത് എന്ത് തേങ്ങയുടെ ഇത്? വിച്ച് ഈസ് ദ ഗ്രീൻ ബോൾ. ഈ ആൻസർ കിട്ടുന്നില്ലല്ലോ, തേങ്ങ. ഇനിയിപ്പോൾ നമുക്ക് ഏത് കാര്യം ചെയ്യാം, അവൻ്റെ അടുത്ത് ചോദിക്കുക, അതായിരിക്കും നല്ലത്. സ്റ്റുഡൻസ്, ഇനി 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എക്സാം കഴിയണം. 20 മിനിറ്റേ ഉള്ളൂ. നമുക്ക് അവൻ്റെ അടുത്ത് ചോദിക്കാം. ഈ ലെവൽ 9ൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ? അതിന്റെ ആൻസർ എല്ലാ ബോളും കൂടി മിക്സ് ആക്കാം, അപ്പം ആൻസർ കിട്ടും. ഗൈസ്, നമുക്കിനി എല്ലാ ബോളും കൂടി മിക്സ് ആക്കി ആൻസർ കിട്ടുന്നതാണ് പറയണത്. യെസ് ഗൈസ്, നമുക്കങ്ങനെ ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്താണ്? വാട്ട് ഈസ് ദ അൺയൂസ്വൽ ഇൻ ദിസ് പ്ലേസ്. ഇതിലെന്താണ്? എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇതെന്താണ്? എനിക്കൊന്നും കിട്ടുന്നില്ല സത്യത്തിൽ. ഇവിടെ എല്ലാവരുടെയും ഞാൻ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കിട്ടണില്ല. ഏതായിരിക്കും ആൻസർ? ഇത്തിരി ഹാർഡാണ് തോന്നുന്നു. എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ഒന്നും കിട്ടുന്നില്ല. വാട്ട് ഈസ് അൺയൂസ്വൽ ഇൻ ദിസ് പ്ലേസ്. ഇവിടെ ഇപ്പോൾ എല്ലാവിടെയും ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവൻ്റെ കയ്യിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തൊട്ട് നോക്കിയാലോ? അതായിരിക്കും നല്ലത്. അവൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടാവും. ഈ ആൾക്കാരുടെ കയ്യിൽ മൊത്തം തൊട്ട് നോക്കാം, ടച്ച് ചെയ്ത് നോക്കാം, അതായിരിക്കും നല്ലത്. ഗൈസ്, കിട്ടി. എന്താന്ന് വെച്ചാൽ ഹി ഹാസ് 6 ഫിംഗേഴ്സ്. എൻ്റെ മോനെ, എക്സാം കഴിഞ്ഞ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് പോവുക. ടീച്ചറിന് ആൻസർ പേപ്പർ, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ശരിയെന്നാൽ ഗൈസ്, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ബാഗ് എടുത്ത് പോവാം കേട്ടോ, അതായിരിക്കും നല്ലത്. ഞാൻ ബാഗ് എടുക്കാൻ മറന്നു. നമുക്കങ്ങനെ ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ വീട്ടിലേക്ക്. ഇവിടെ അങ്ങനെ വാനൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. യെസ്, നമുക്കങ്ങനെ വീട്ടിൽ പോവാം. അങ്ങനെ എക്സാമും കഴിഞ്ഞു, വെക്കേഷനും തുടങ്ങി ഗൈസ്. അങ്ങനത്തെ എൻ്റെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. ചേട്ടാ, എൻ്റെ വീട് ഇവിടെ തന്നെയുണ്ട്, വണ്ടി പാർക്ക് ചെയ്യും. യെസ് ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലെത്തി. എൻ്റെ മോനെ, ഇനി നമുക്ക് അടിച്ച് പൊളിക്കുക. ഓക്കെ, നമുക്കിനി എക്സാം ഈസി ആയിരുന്നു ഗൈസ്. ഞാൻ അറിയാണ്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി, സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ എക്സാമും കഴിഞ്ഞു. നമുക്ക് ബാഗ് എടുത്ത് മാറ്റാം. എക്സാം കഴിഞ്ഞ ലീവാണല്ലേ? ലീവ് തന്നെ. ഇനി ഇവിടെ നിന്ന് അങ്ങ് അടിച്ച് പൊളിക്കുക. ഇനി നമുക്ക് എന്തായാലും അടിച്ച് പൊളിക്കണം ഗൈസ്. ഇനി നമുക്ക് എന്തായാലും കുറച്ച് നേരം പോയിട്ട് ഫ്രണ്ട്സിൻ്റെ അവിടെയൊക്കെ പോയിട്ട് കളിക്കുക. ഇവിടെ ഇങ്ങനെ വെക്കേഷൻ തുടങ്ങി